എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. ഓക്സിലിയം നവജ്യോതി ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നമംഗലം അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. അടുത്തതായി സത്യത്തെയും നീതിയെയും മുറുകെ പിടിച്ച പ്രജാക്ഷേമ തൽപരനായ സോളമൻ രാജാവിൻ്റെ ജീവിതം ഒരു കഥാപ്രസംഗത്തിലൂടെ ദൃശ്യാവിഷ്കരിക്കപ്പെടുന്നു. മാന്യ സദസ്സിന് വന്ദനം. ദൈവം മഹോന്നതനാണ്. നന്മ നിറഞ്ഞവരെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. നീതിമാന്മാർക്ക് അവിടുന്ന് വെളിച്ചത്തിന്റെ പാതകൾ തുറന്നു കൊടുക്കുന്നു. അഹംഭാവികളെയും അധർമ്മികളെയും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ചിതറിച്ചു. പാടിടാം നമ്മൾക്കു കൂട്ടുകാരെ ദൈവപിതാവിന് സ്തോത്രഗീതം, വാഴ്ത്തിടാം നമ്മൾക്കു മോദമോടെ രക്ഷകനാകും അവന്റെ നാമം. ദൈവത്തിന്റെ പ്രത്യേക സ്നേഹത്തിനും പരിലാളനയ്ക്കും പാത്രീഭൂതരായ അനേകം നല്ല മനുഷ്യരെ ബൈബിളിന്റെ ഏടുകളിൽ നമുക്ക് കാണാം. ദൈവസ്നേഹത്തിൽ വളർന്നു വന്നാൽ നന്മ വിളങ്ങിടും മാനസത്തിൽ, കാരുണ്യം കൈമുതലാക്കി എന്നാൽ വെണ്മ പരന്നിടും മാനസത്തിൽ. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പെട്ടകം പണിതുയർത്തിയ നോഹയും നീലനദിയുടെ പുത്രനായ മോസസും തന്റെ ഏകമകനെ നൽകാനും തയ്യാറായ അബ്രഹാമും തന്റെ മുടിയിഴയ്ക്കുള്ളിൽ ശക്തി ഒളിപ്പിച്ചു വെച്ച സാംസണും ഗോലിയാത്തിനോട് ഏറ്റുമുട്ടി വിജയം വരച്ച ദാവീദുമെല്ലാം എക്കാലത്തും ദൈവത്തിന്റെ കണ്ണിലുണ്ണികളായിരുന്നു. ദാവീദിന്റെ പുത്രനായ സോളമനും ദൈവത്തിന് ഏറെ പ്രിയങ്കരനായിരുന്നു. വിജ്ഞനാം സോളമൻ ലോകമെങ്ങും കീർത്തി പെരുത്തവനായിരുന്നു. സൂര്യനെ പോലെ പ്രഭാവാനായി നീണാൽ ഭരിച്ചവനായിരുന്നു. അതെ, ഇസ്രായേൽ നാടിനെ ഐശ്വര്യത്തിന്റെ വസന്താരാമങ്ങളിലേക്ക് നയിച്ച മഹാനായ രാജാവായിരുന്നു സോളമൻ. സമ്പൽ സമൃദ്ധികൾ നാട്ടിലെങ്ങും കൈകോർത്തു സാമോദം നൃത്തമാടി സോളമൻ രാജാവിൻ നാമമോരോ നാവിലും മായാതെ നൃത്തമാടി. ഒരിക്കൽ സോളമൻ ഗബാനിലെ കുന്നിൻ പുറത്ത് ദൈവത്തിനായി ഒരു ബലിപീഠം നിർമ്മിച്ചു. 1000 ആടുമാടുകളെ അദ്ദേഹം അവിടെ ബലിയർപ്പിച്ചു. സംപ്രീതനായ ദൈവം സോളമന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തു നീ യാചിപ്പു പൊന്മകനെ, എന്തു വരം നിനക്കേകിടേണ്ടു, ചൊല്ലുവാനൊട്ടും മടിച്ചിടേണ്ട, നിന്നെ നാം എന്നും അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വിളി സോളമനെ ഉണർത്തി. അദ്ദേഹം വിനയപൂർവ്വം അപേക്ഷിച്ചു, രക്ഷകനായ ദൈവമേ, നീതിപൂർവം ഭരണം നടത്താനുള്ള ബുദ്ധിശക്തി എനിക്ക് നൽകണമേ. രാജാവിൻ കൽപ്പന കേട്ട നേരം നന്നായി അനുഗ്രഹമേകി ദൈവം, സർവ സൗഭാഗ്യവും കൈവരുത്തി കനിവോട് അനുഗ്രഹമേകി ദൈവം. ബുദ്ധിയും കീർത്തിയും സമ്പത്തും ഇതുപോലെ സമ്മേളിക്കുന്ന മറ്റൊരു രാജാവും ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. കവിയും കലാകാരനും ദീർഘദർശിയുമായ സോളമൻ രാജാവിന്റെ നീതിനിഷ്ഠയെക്കുറിച്ചുള്ള കഥകൾ വളരെ വിഖ്യാതങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കാൻ പോകുന്നത്. അതാണ് നീതിമാനായ സോളമൻ. പുതിയ നിയമത്തിലുള്ളതാകും ഇക്കഥ കേട്ടോളിൻ നിങ്ങളെല്ലാം, നിങ്ങൾക്കും ഇക്കഥ ജീവിതത്തിൽ നല്ലൊരു പാഠമായി തീർന്നിടട്ടെ. അതാ ആ കാണുന്നതാണ് സോളമൻ രാജാവിന്റെ കൊട്ടാരം. ദാരുശില്പങ്ങളാൽ അലങ്കൃതമായ മനോഹരമായ കൊട്ടാരം.
കൊട്ടാരത്തിന്റെ പൂങ്കാവനത്തിൽ മന്ദം മന്ദം ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് സോളമൻ രാജാവ്. സുപ്രഭാതം പൊട്ടി വിടരുന്നതേയുള്ളൂ. പെട്ടെന്നു കേൾക്കായി രണ്ടു സ്ത്രീകൾ ഷണ്ട കൂടുന്നതിനാർത്തനാദം. കാര്യമെന്താണെന്നറിയുവാനായി രാജാവ് കാതോർത്തു തെല്ലുനേരം. രാജാവ് തന്റെ സേവകന്മാരോട് ചോദിച്ചു, എന്താണ് അവിടെ ഒരു ബഹളം? ആരാണ് അവിടെ ശബ്ദമുണ്ടാക്കുന്നത്? പൊന്നു തിരുമേനി, രണ്ടു സ്ത്രീകൾ കുറെ നേരമായി കൊട്ടാരവാതിൽക്ക് നിന്ന് ഷണ്ട കൂടുകയാണ്. രാജസേവകന്മാർ വിനയപൂർവ്വം അറിയിച്ചു. എങ്കിൽ അവരെ ഉടൻ തന്നെ നമ്മുടെ മുൻപിൽ ഹാജരാക്കും, രാജാവ് കൽപ്പിച്ചു. സ്ത്രീകൾ കൊട്ടാര വളപ്പിലേക്ക് കടന്നു വന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ കയ്യിലേന്തി ഓടിപ്പിടഞ്ഞങ്ങു വന്നൊരുത്തി. ഒരു കുഞ്ഞിൻ ജഡവുമായി മന്ദം മന്ദം പിന്നാലെ വന്നെത്തി മറ്റൊരുത്തി. സ്ത്രീകളുടെ വരവ് കണ്ട് കൊട്ടാരവാസികളെല്ലാം കൗതുകത്തോടെ ചുറ്റും കൂടി. രാജാവ് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഷണ്ട കൂടുന്നത്? പൊന്നു തിരുമേനി, ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ജീവനുള്ള കുഞ്ഞ് എന്റേതാണ്, കുഞ്ഞിന്റെ ജഡം പേറുന്ന സ്ത്രീ അറിയിച്ചു. ഹോ, കള്ളം, പച്ചക്കള്ളം! ഇവളുടെ വാക്ക് വിശ്വസിക്കരുത്. ഇവൾ എന്റെ ജീവനുള്ള കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ ഞാൻ തരില്ല. കുഞ്ഞിനെ മാറത്തടുക്കിയിട്ട് കരയാൻ തുടങ്ങിയ പെൺകൊടിയാൾ സത്യമെന്താണെന്നറിഞ്ഞിടാതെ ആളുകളെല്ലാം പകച്ചു നിന്നു. അപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവൾ വീട്ടിലുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾക്കും ഒരു കുഞ്ഞ് ജനിച്ചു. എന്നിട്ട് എന്തുണ്ടായി? രാജാവ് ആകാംക്ഷാഭരിതനായി. സ്ത്രീ തുടർന്നു, ഞങ്ങളെ കൂടാതെ ആരും തന്നെ ആ വീട്ടിലില്ല. ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ ഇവൾ തൻ്റെ കുഞ്ഞിൻ്റെ മേൽ കയറി കിടക്കാനിടയായി. എന്തു ചെയ്യാം, ഇവളുടെ കുഞ്ഞ് മരിച്ചുപോയി. ചൊല്ലുവിൻ ചൊല്ലുവിൻ പെൺകിടാവേ, ഒട്ടും മടിക്കാതെ ചൊല്ലിടൂ നീ. സംഭവത്തിൻ്റെ പൊരുളറിയാൻ സോളമൻ വീണ്ടും തിരക്കു കൂട്ടി. സോളമന്റെ നിർബന്ധപ്രകാരം സ്ത്രീ തുടർന്നു, രാത്രി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവൾ എഴുന്നേറ്റ് ഇവളുടെ മരിച്ച കുഞ്ഞിനെ എൻ്റെ മാറെടുത്ത് കിടത്തി. എൻ്റെ ജീവനുള്ള കുഞ്ഞിനെ എടുത്ത് സ്വന്തം മാറത്തും കിടത്തി. രാവിലെ മുലയൂട്ടാൻ നോക്കുമ്പോൾ കുഞ്ഞ് മരിച്ചിരിക്കുന്നതായി കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതെൻ്റെ കുഞ്ഞല്ലെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ ചൊല്ലിയപ്പോൾ മറ്റവൾ കോപിച്ചു ചാടി വീണു. ഈറ്റപ്പുലിയുടെ മാതിരിയിൽ തീക്കണ്ണുമായവൾ ചാടി വീണു. തിരുമേനി, ഇവളുടെ വാക്ക് വിശ്വസിക്കരുത്. ഇവൾ എൻ്റെ ജീവനുള്ള കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവരുടെ തർക്കം പൊടി പൊടിച്ചു. സോളമനെല്ലാം ശാന്തമായി കേട്ടിരുന്നു. എന്നിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു, ആരവിടെ? ഒരു വാൾ കൊണ്ടുവരട്ടെ. വെട്ടിത്തിളങ്ങുന്ന വാളുമായി പെട്ടെന്നൊരു ബടൻ പാഞ്ഞു വന്നു. നീതി നടത്തിപ്പു കാണുവാനായി സമൂഹം കാണികൾ നോക്കി നിന്നു. സോളമൻ 2 സ്ത്രീകളെയും മാറി മാറി നോക്കി. എന്നിട്ട് കൊട്ടാരവാസികളോടായി പറഞ്ഞു, ജീവനുള്ള ഈ കുഞ്ഞിന്റെ അമ്മമാരായി ഇവിടെ 2 സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. ഇരുവരും കുഞ്ഞിനെ പ്രസവിച്ചവരാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. ആ സ്ഥിതിക്ക് കുഞ്ഞിനെ 2ആയി മുറിച്ച് ഇരുവർക്കും ഓരോ പങ്ക് നൽകുന്നതാണ് നീതി എന്ന് നാം പ്രഖ്യാപിക്കുന്നു. വേഗമാകട്ടെ. രാജാവിൻ കൽപ്പന കേട്ട നേരം കൊട്ടാരം പോലും വിറച്ചു പോയി. കേട്ടവർ ഞെട്ടിത്തരിച്ചു പോയി. കണ്ണീരിരുട്ടു പടർന്നു പോയി. രാജസേവകന്മാർ ഉടവാൾ കയ്യിലെടുത്തു. കുഞ്ഞിനെ ഒരു പീഠത്തിന്മേൽ കയറ്റിക്കിടത്തി. ഇത് കണ്ടപ്പോൾ ഒരു സ്ത്രീ രാജാവിന്റെ കാൽക്കൽ വീണ് കരയാൻ തുടങ്ങി. അരുതേ, ഈ പിഞ്ചു കുഞ്ഞിനെ കൊല്ലരുതേ. തിരുമനസിന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും ഇതിനെ കൊടുത്തോളൂ. അടിയന് സമ്മതമാണ്. അപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു, വേണ്ട, അത് വേണ്ട.
കുഞ്ഞിനെ രണ്ടായി മുറിക്കുക തന്നെ വേണം. ഒരു പകുതി എനിക്കും മറ്റേ പകുതി നിനക്കും. കുഞ്ഞ് എൻ്റേതാണെങ്കിലും നാട്ടിൽ നീതി നടപ്പാകട്ടെ. സോളമൻ പറഞ്ഞു. ഇനി ആരും ഒന്നും മുറിയാടരുത്. സോളമൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. എന്തിനെ കൽപ്പിക്കുമെന്നറിയാൻ സേവകർ കാതോർത്തു കാത്തിരുന്നു. സോളമൻ രാജാവിൻ നീതി കേൾക്കാൻ ആകാംക്ഷയോടവർ കാത്തിരുന്നു. ജീവനുള്ള കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയെ നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് അപേക്ഷിച്ച് ഇവളാണ് കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. നീ കടുത്ത കാപട്യക്കാരിയും വഞ്ചനക്കാരിയുമാണ്. സോളമൻ രാജാവിൻ നീതി കേൾക്കേ മാലോകർ കോരിത്തരിച്ചു പോയി. നീതിമാൻ എന്നുള്ള പേരു നൽകി രാജനെ എല്ലാരും ആദരിച്ചു. നീതിമാനായ സോളമൻ ഇന്നും നമ്മളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. നന്ദി, നമസ്കാരം. ക്രിസ്തു നമുക്കായി ജനിച്ചു, നമുക്കായി ജീവിച്ചു, നമുക്കായി മരിച്ചു. 2000 വർഷങ്ങൾക്കിപ്പുറവും അത് ബലിയായി നമുക്ക് മുൻപിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. എന്തൊരു തണുപ്പാ! ഓ, സഹിക്കാനാവുന്നില്ല. നല്ല മഞ്ഞുവീഴ്ചയുണ്ട്. ഇങ്ങനെ പോയാൽ മരവിച്ച് ചത്തുപോകും. ഉള്ള വിറകും തീരാൻ പോകുക. ഇനി എന്താ ചെയ്യാ? നോക്ക്, അവിടെ ഒരു വെളിച്ചം കണ്ടോ? ഒരു വെള്ളി വെളിച്ചം. എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. അതാ അവിടെ, ആ ഒലിവ് മരത്തിനപ്പുറം. ആ, കണ്ടു കണ്ടു. എനിക്കെന്തോ പേടിയാവുന്നു. വല്ല സാത്താന്റെ സന്തതികളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാകും. നേരെ ഒരു വല്ലാത്ത വെളിച്ചം. അയ്യോ, എനിക്ക് പേടിയാണ്. ആ വെളിച്ചം ഇതാ അതിങ്ങടുത്തെത്തി. പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു. എനിക്ക് തോന്നുന്നു ആ വെളിച്ചം സ്നേഹത്തിന്റെ വെളിച്ചമാണെന്ന്. അതെ, ഇടയന്മാരുടെ ദുരിതങ്ങളിലേക്കും തോരാത്ത കണ്ണീരിലേക്കും സ്നേഹസങ്കീർത്തനമായി വന്നെത്തുന്ന ദിവ്യ വെളിച്ചം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. ബത്ലേഹേമിലെ കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഞാൻ പറഞ്ഞില്ലേ, ആ വെളിച്ചം നമ്മുടെ വേദനകളിലേക്ക് ഇറങ്ങിയെത്തുന്ന ആശ്രയത്തിന്റെ സങ്കീർത്തനമാണെന്ന്. അതെ, ആശ്രയത്തിന്റെ സങ്കീർത്തനം. നമുക്ക് ബത്ലേഹേമിലേക്ക് പോകാം. ആ, വരൂ. ആ സ്നേഹത്തിന്റെ വെളിച്ചം നമുക്ക് കാണാം.
ഹാപ്പി ഹാപ്പി ക്രിസ്മസ് മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ ബദലേം പുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ മംഗളമരുളാൻ പിറന്നു ബദലേം പുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ മംഗളമരുളാൻ പിറന്നു മെറി 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 ക്രിസ്മസ് ഹോ 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 ഹാപ്പി 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 ക്രിസ്മസ് മെറി 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 ക്രിസ്മസ് ഹോ 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 ഹാപ്പി 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 ക്രിസ്മസ് ഹൃദയങ്ങൾ ഒന്നാക്കി ആനന്ദം പങ്കിടുവിൻ വാനിടവും ഭുവനവും മലചൊരിഞ്ഞാനന്ദിപ്പിൻ ഹൃദയങ്ങൾ ഒന്നാക്കി ആനന്ദം പങ്കിടുവിൻ വാനിടവും ഭുവനവും മലചൊരിഞ്ഞാനന്ദിപ്പിൻ തലമുറകൾ തിരുസുതനിൻ സ്നേഹം പകർന്നിടുമേ ആരെല്ലാം തവ കൃപയെ ദിനം ദിനം ഘോഷിക്കുമേ മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ ബദലേം പുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ മംഗളമരുളാൻ പിറന്നു ബദലേം പുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ മംഗളമരുളാൻ പിറന്നു മെറി 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 ക്രിസ്മസ് ഹോ 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 ഹാപ്പി 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 ക്രിസ്മസ് മെറി 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 ക്രിസ്മസ് ഹോ 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 ഹാപ്പി 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 ക്രിസ്മസ് വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണു കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണു ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇരുളടഞ്ഞ് ഒരു രോഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുന്നില്ല.
ദൈവപുത്രനും സർവശക്തനുമായ യേശു മിശിഹ കന്യാസുതനും കാരുണ്യവാനുമായ അവന്റെ കനിവിലാണ് പാപം ചെയ്ത മുഴുവൻ മനുഷ്യകുലത്തിന്റെ രക്ഷ എന്നത്. ദൈവത്തിൻ പുത്രനാം ഈശോ മിശിഹായെ എന്നെ നീ കാത്തുകൊള്ളേണമേ. ദൈവത്തിൻ പുത്രനാം ഈശോ മിശിഹായെ എന്നെ നീ കാത്തുകൊള്ളേണമേ. കന്യാസുതനേ കാരുണ്യവാനേ, കന്യാസുതനേ കാരുണ്യവാനേ, കനിയൂ നാഥാ എന്നേശുദേവാ. ദൈവത്തിൻ പുത്രനാം ഈശോ മിശിഹായെ എന്നെ നീ കാത്തുകൊള്ളേണമേ. ഓക്സിലിയം നവജ്യോതി ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നമംഗലം അവതരിപ്പിച്ച പരിപാടികൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു സ്കൂളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.